5 ദിവസം കൊണ്ട് ഞാൻ വലുതായോ? എന്നിൽ നിന്ന് ചോർന്നുപോയ കുറേ രക്തവും എൻ്റെ തലയിലൊഴിച്ച കുറേ വെള്ളവും എൻ്റെ മുമ്പിൽ ഒഴുകിയലച്ച കരക്കടുക്കാതെ പോയ ഏതാനും തുമ്പപ്പൂക്കളും എന്നെ വലുതാക്കിയോ? എനിക്ക് വാങ്ങിത്തന്ന ഒരു പുതിയ പാവാടയും എൻ്റെ കഴുത്തിലിട്ട തങ്കപ്പതക്കവും എന്നെ വലുതാക്കിയോ? എനിക്ക് വയ്യ ഇല്ലത്തൂന്ന് കുളിക്കാൻ. അമ്മ അന്തം വിട്ടു നിന്നു. ഇല്ലപ്പടി ഇറങ്ങുമ്പോൾ അമ്മ വിളിച്ചു, മോളുണ്ണി, അച്ഛനോട് ചോദിച്ചിട്ട് പോകൂ. അമ്മയുടെ അവസാനത്തെ ആശ്രയം. കുളത്തിൽ ചെന്ന് കുളിച്ചൂടെ അച്ഛാ? കുളിച്ചോളൂ. ഇറങ്ങിയോടി. ഇല്ലപ്പറമ്പിൻ്റെ 28 പടികളും ഒരു ചാട്ടത്തിനിറങ്ങി. വിശന്ന വയർ പുകയുന്നുണ്ടായിരുന്നു. എന്നാലും സാരമാക്കിയില്ല. അതിർത്തികൾ കണ്ടുപിടിക്കാനുള്ള അടങ്ങാത്ത ആവേശമായിരുന്നില്ലേ അതിനു പിന്നിൽ? ലോകത്തിലെ ഏറ്റവും വലിയ പാപമാണ് അന്യനായ ഒരു പുരുഷനെ സ്പർശിക്കുക എന്നത് അന്നത്തെ അറിവായിരുന്നു. ഇടയിലൊരു സ്വാർത്ഥം തോന്നി. പുരുഷൻ എന്ന വിചിത്ര ജീവിയെ ഒന്ന് തൊട്ടു നോക്കിയാലെന്താ? ദിനുവിനെ തൊടാമെങ്കിൽ, ദിനുവിൻ്റെ കൂടെ കളിക്കാമെങ്കിൽ, വിജയേട്ടൻ്റെ മടിയിൽ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ ഉരുണ്ട് കളിച്ച് ഉമ്മ വെക്കാമെങ്കിൽ, എന്തുകൊണ്ട് മറ്റുള്ളവരെ തൊട്ടുകൂടാ? തൊട്ടാൽ ശരീരമാകെ കറുത്ത കുരുക്കൾ പൊങ്ങി വരുമത്രേ. രാധയുടെ മുഖത്തെ കറുത്ത പാടുകൾ പുരുഷനെ തൊട്ടുപോയതുകൊണ്ടാണോ? എന്നാലും ഒന്ന് തൊട്ടു നോക്കണം. പക്ഷേ ആരെയാണ് ഒന്ന് തൊടുക? കുളി കഴിഞ്ഞ് വലിയ താമരകൾ പറിച്ചെടുത്ത് മടങ്ങുകയായിരുന്നു. മനസ്സിൽ ഇത്തരം ചിന്തകൾ. സന്ധ്യാപൂജ കഴിഞ്ഞ് അമ്പലത്തിലെ നിവേദ്യച്ചോറുമായി പിന്നാലെ വരുന്ന ശിവൻ. പരിചയമുള്ള ആളാണ്. മനയ്ക്കലെ കാര്യസ്ഥൻ നമ്പൂതിരിയുടെ മകൻ. ഡിഗ്രിക്ക് 4 തവണ എഴുതി തോറ്റു. ഞാറുനടുന്ന പെൺകുട്ടികളോട് തമാശ പറഞ്ഞ് നടക്കാറുള്ളത് കണ്ടിട്ടുണ്ട്. ഹൃദയമിടിപ്പിന് അപ്പോൾ ശക്തി കൂടി. ശരീരം മെല്ലെ വിറച്ചു. വഴിമാറിക്കൊടുത്തപ്പോൾ അയാൾ മുമ്പിൽ നടന്നു. തൊട്ടു പിന്നാലെ നടക്കുമ്പോൾ തോന്നി, ഒരു നല്ല അവസരമാണ്. പിന്നിൽ നിന്ന് ഒന്ന് തൊട്ടു നോക്കാം. പക്ഷേ മുഖത്ത് കറുത്ത പാടുകൾ വീണാൽ എന്തു ചെയ്യും? അമ്മയോടെന്ത് പറയും? അനുവാദം തന്ന അച്ഛനോടെന്ത് സമാധാനം പറയും? ശിവനോട് ചോദിക്കാം. കറുത്ത പാട് വീഴില്ലെങ്കിൽ ഒന്ന് തൊട്ടു നോക്കാം. കാര്യമറിയാമല്ലോ. ഗിരിജ ശിവനോട് ചോദിച്ചു. തന്നെ തൊട്ടാൽ കറുപ്പ് പാട് വീഴുമോ ശിവൻ?